നമസ്കാരം. ഈ ലോകത്തെ തന്നെ വലിയൊരു വ്യവസായ ശൃംഖലയാണ് റെൻ്റ് ഔട്ട് ബിസിനസ് എന്നുള്ളത്. വാടകയ്ക്ക് നൽകുക. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ വീടുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്, റൂമുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്, വാഹനങ്ങൾ നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ സദ്യവട്ടങ്ങൾ ഒരുക്കാനായിട്ട് പാത്രങ്ങൾ പോലും നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഭാര്യമാരെ വാടകയ്ക്ക് കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ സമ്പ്രദായം, ഈ ദുരാചാരം നിലനിന്ന് വരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇത്തരത്തിൽ ഭാര്യമാരെ വാടകയ്ക്ക് നൽകുന്ന ഒരു ഗ്രാമത്തെ പറ്റിയാണ്. മൈ നെയിം ഈസ് രവിശങ്കർ. വെൽക്കം ടു ദ ഷോ മാസ്റ്റർ. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ ചില ഗ്രാമങ്ങളിലാണ് ഇന്നും ഈ സമ്പ്രദായം നിലനിൽക്കുന്നത്. ധതീചപ്രദ എന്നാണ് ഈ ദുരാചാരത്തിൻ്റെ പേര്. ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ഭാര്യമാരെ മറ്റുള്ള ഗ്രാമങ്ങളിലെ സമ്പന്നരായ പുരുഷന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഈ ദുരാചാരം ഇന്നും നിലനിൽക്കുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ കാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ഓരോ ദിവസങ്ങളിലും മനുഷ്യന്മാർ മരിച്ചു വീഴുന്ന കാലം. ആ കാലഘട്ടത്തിൽ ശിവപുരി ജില്ലയിലെ ചില ഗ്രാമങ്ങളിൽ ആളുകൾ ഒരു പുതിയ സമ്പ്രദായത്തിന് രൂപം നൽകി. അതാണ് ധതീചപ്രദ. മധ്യപ്രദേശിലെ സമീപ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത് പണ്ടുള്ള കാലങ്ങളിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ദുരാചാരം നിലനിൽക്കുന്ന ഏക സ്ഥലം ശിവപുരി ജില്ലയിൽ മാത്രമാണ്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഇന്നാട്ടിൽ ഒരു പ്രത്യേക പേരുകളിലാണ് വിളിക്കുന്നത്. പാറോ അല്ലെങ്കിൽ മുൽക്കി, അതായത് വിലയുള്ളവൾ എന്നാണ് ഈ വാക്കുകൾക്ക് അർത്ഥം. ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ശിവപുരി ജില്ലയിൽ തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഈ ദുരാചാരം നിലനിൽക്കുന്നത്. ആ സമയങ്ങളിൽ സ്ത്രീകളെ, അതായത് ഏത് സ്ത്രീകളെയാണോ വാടകയ്ക്ക് കൊടുക്കുന്നത്, ആ സ്ത്രീകളെ വധുവിൻ്റെ രൂപത്തിൽ അണിയിച്ചൊരുക്കി ചന്തകളിൽ നിരത്തി നിർത്തുന്നു. ആ സമയത്ത് മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്ന് സമ്പന്നരായ യുവാക്കൾ വന്നിട്ട് അതിൽ നിന്ന് പെൺകുട്ടികളെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഈ കരാർ 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള മുദ്രപത്രത്തിലാണ് എഴുതി ചേർക്കുന്നത്. അതിനായിട്ട് അവർ നൽകുന്ന തുക എന്ന് പറയുന്നത് 500 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഇന്നത്തെ കണക്ക്. രണ്ടാമതായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത് വിവാഹിതരായ സ്ത്രീകളെ മാത്രമാണോ ഇത്തരത്തിൽ വാടകയ്ക്ക് നൽകുന്നത് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. വിവാഹം കഴിക്കാത്ത 12, 14, 16 വയസ്സുള്ള പെൺകുട്ടികളെ പോലും അവരുടെ പിതാക്കന്മാരില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അമ്മാവന്മാർ ഇത്തരത്തിൽ വാടകയ്ക്ക് നൽകാറുണ്ട്. ഇതൊക്കെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് ഇതൊരു ആചാരമാണെന്നും ഇതൊരു സമ്പ്രദായമാണെന്നും ആണ് ഇവിടെയുള്ളവർ അവകാശപ്പെടുന്നത്. ഈ കരാർ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ നീളുന്നതാണ്. ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കരാർ പുതുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീണ്ടും ഈ സ്ത്രീകളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ പിതാക്കന്മാരുമായിട്ടോ അതുമല്ലെങ്കിൽ അമ്മാവന്മാരുമായിട്ടോ വീണ്ടും കരാറിൽ ഏർപ്പെടേണ്ടതാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ദുരാചാരം നിർത്തലാക്കാനായിട്ട് സർക്കാർ സംവിധാനങ്ങളും NGOസും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഒരു പരിധിവരെ ഇതിനെ തടയാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനെ ഇപ്പോഴും ഒരു ആചാരമായി കാണുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇതിനെ ഇപ്പോഴും പിന്തുടരുന്നു. ഇത്തരത്തിൽ വാടകയ്ക്ക് നൽകപ്പെടുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും ഈ വീടുകൾ ഇരയായി തീരാറുണ്ട്. അവർ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഈ കരാർ പുതുക്കി കഴിഞ്ഞാലും ഈ വീടുകളിൽ നിന്ന് അവർ പീഡനത്തിനിരയാവുന്നു. തിരിച്ചെത്തിയാൽ പോലും അവർ മറ്റാരോടും ഇത്തരത്തിലുള്ള പരാതികൾ പോലും പറയാറില്ല. അതെന്തുകൊണ്ടെന്നാൽ വിദ്യാഭ്യാസക്കുറവും നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുമാണ് ഈ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നും പുരുഷന്മാർ ഇവിടെ എത്തി ഈ ദുരാചാരത്തിൻ്റെ ഭാഗമായി തീരുന്നത്? ഞാൻ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഒന്നാമതായി, ഈ പുരുഷന്മാരുടെ ഗ്രാമങ്ങളിൽ
പെൺഭ്രൂണഹത്യകൾ അമിതമായതിൻ്റെ ഫലമായിട്ട് അവർക്ക് വിവാഹം ചെയ്യാനായി പെൺകുട്ടികളെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം. രണ്ടാമതായിട്ട്, വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരുടെ ഭാര്യമാർ മരിക്കുകയോ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ വേർപിരിയുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി അവർ ആ ഗ്രാമങ്ങളിൽ നിന്നും ഖദീജപ്രഥ പോലുള്ള ദുരാചാരങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ഖദീജപ്രഥ എന്ന ഈ ദുരാചാരത്തിൻ്റെ മോശഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന കുട്ടികളാണ്. സർക്കാരിൻ്റെയും സാമൂഹ്യ പ്രവർത്തകരുടെയും തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ മൂലം ഇതിനെ ഒരു പരിധിവരെ തടയാനായി സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള ഒരു ദുരാചാരം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതുപോലെയുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.